ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടില്ല, ഇലക്ഷനിലേക്ക് കടന്നിട്ടില്ല. പക്ഷേ രാഷ്ട്രീയ പാർട്ടികളൊക്കെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ തിരക്കിലേക്ക് വന്നിട്ടുണ്ട്. അതിലുപരിയാണ് ഇന്നത്തെ വർത്തമാന പത്രങ്ങൾ ആര് സ്ഥാനാർത്ഥിയാവണമെന്ന് അവരവർ തീരുമാനിച്ചു തുടങ്ങുന്നു. അവർ ചർച്ച ചെയ്യുന്നു. ടെലിവിഷൻ ചാനലുകളിൽ ഇന്ന സ്ഥലത്ത് ഇന്നയാളെ മത്സരിപ്പിച്ചാൽ അവർക്ക് ഗുണമുണ്ടാകുമെന്നും, അത് ജാതീയമായി മതപരമായി സിനിമയിൽ സജീവമായിട്ടിരുന്ന ആളുകളെ, അങ്ങനെ വിവിധ മേഖല, സ്പോർട്സിൽ നിന്ന ആളുകളെ, ഇവരെയൊക്കെ മത്സരിപ്പിക്കണം. ഇവർ ചർച്ച ചെയ്തു തുടങ്ങുകയാണ്. അപ്പോൾ ഇലക്ഷന് തീരുമാനമായി വരുന്നേ ഉള്ളൂ. ഇനി 5-6 മാസം ഉണ്ടെന്ന് പറയപ്പെടുന്നു. കൃത്യമായൊരു ഡേറ്റ് വന്നിട്ടുമില്ല. അതിനു മുമ്പ് തന്നെ പലരും ഇത് അറിഞ്ഞിട്ട് പോലുമില്ല. പലരും വീട്ടിൽ കിടന്ന് ഉറങ്ങുക. രാവിലെ പത്രം എടുത്ത് നോക്കുമ്പോൾ തങ്ങളുടെ ഫോട്ടോ പത്രത്തിൽ കിടക്കുന്നു. താൻ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള. ഇപ്പം തന്നെ മനോരമയുടെ ഫ്രണ്ട് പേജിൽ ഉമ്മൻചാണ്ടി സാറിന്റെ മകൾ അച്ചു ഉമ്മൻ മത്സരിക്കാൻ സാധ്യതയുണ്ട്. രമേശ് പിഷാരടി തൃപ്പൂണിത്തറയോ പാലക്കാടോ മത്സരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഉണ്ണി മുകുന്ദൻ പത്തനംതിട്ടയിൽ മത്സരിക്കും. കാരണം മാളികപ്പുറം എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിച്ചത് കൊണ്ട് മാത്രം ജനങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റിയത്. അഭിനേതാവാണ്, നടനാണ്. അപ്പോൾ അയ്യപ്പന്റെ സിനിമയിൽ അഭിനയിച്ചത് കൊണ്ട് പത്തനംതിട്ട മത്സരിപ്പിച്ചാൽ അതും BJPയുടെ സ്ഥാനാർത്ഥിയായാൽ വിജയിക്കും. ഇങ്ങനെയുള്ള ചർച്ചകൾ ഇവർ പോലും അറിയാതെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് സാർ പറയാനുള്ളത്? അതായത് പണ്ടൊരിക്കല് ലുലു മാള്, തിരുവനന്തപുരത്ത് പുതുതായിട്ട് തുടങ്ങിയ ലുലു മാളില് പാതിരാ കച്ചവടം, വമ്പിച്ച സൗജന്യം, ഒന്നെടുത്താൽ 2 അല്ല 3 ഫ്രീ. തിരുവനന്തപുരത്തുള്ള ആൾക്കാർ മുഴുവനും കൂടെ ക്യൂക്കല്ല, ഇടിച്ചങ്ങോട്ട് കയറി. കംപ്ലീറ്റ് ആൾക്കാരും കൂടി ഇടിച്ചു കയറി. അവിടെ വലിയ ക്രമസമാധാന പ്രശ്നം ഉണ്ടായി. എവിടെ? ലുലു മാളിൽ. അതെ അതെ എന്ന് പറയുന്ന പോലെ സൗജന്യമെന്ന് കേട്ടാൽ ജനങ്ങൾക്കുണ്ടാവുന്ന കൗതുകം പോലൊരു കൗതുകമാണ്. എറണാകുളത്തും വരാൻ പോവാണ് 2 ദിവസത്തിനകത്ത്. വരുന്നുണ്ടല്ലേ? 10-ാം തീയതി മുതൽ 10, 11, 12 അതെ, ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാവും. ഉറപ്പാ. ഇപ്പോഴേ കരുതലിരുന്നാൽ കൊള്ളാം. പോലീസ് ഇത് കേൾക്കുന്നുണ്ട്. അതന്നെ നമുക്ക് വണ്ടി പോകാൻ പറ്റാത്ത സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു കൗതുകമാണ് തെരഞ്ഞെടുപ്പ് പറഞ്ഞപ്പോൾ ഒരു കൗതുകം. അപ്പം ഞാൻ മുമ്പേ അഹം മികയാന്നും പറഞ്ഞ് ഓരോരോ പത്രവും അതിൻ്റെ റിപ്പോർട്ടറും കൂടി ഇതിനെക്കുറിച്ചുള്ള കിംവദന്തികൾ, റൂമറുകൾ, ഇതൊക്കെ സത്യമായി വരുമോ? ആരാണ് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ വരുന്നത്? ആരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്നത്? ഇതിനെക്കുറിച്ച് യാതൊരു വിധമായിട്ട് കാര്യം. ഗസ ഇപ്പോൾ ഏറ്റവും ഒടുവിലെ ഗസ് കേട്ടത് പറവൂർ എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടടുത്ത സ്ഥലമായിട്ട് അവിടെ നിന്ന് തുടങ്ങാം എന്ന സ്ഥലത്താണ്. അവിടെ CPIക്ക് അടിത്തറയുണ്ട്, പക്ഷേ അവിടെ ആൾക്കാർ ജയിക്കുന്നില്ല. അപ്പോൾ അവരാലോചിച്ചിങ്ങനെ നോക്കി, ശകനപ്പഴ വല്ലവനാണോ ഇനി നമുക്ക് പാഴൂർ പഠിപ്പുരിക്കൽ ഇങ്ങനെ പോകണോ എന്നൊക്കെ വേണ്ട. അതെ, നമുക്ക് അനുഗ്രഹമുള്ള ഒരാളുണ്ട്. അതായത് ഗുരുവായൂരപ്പൻ്റെയും വടക്കുന്നാഥൻ്റെയും അനുഗ്രഹമുള്ള ഒരാളുണ്ട്, VS സുനിൽകുമാർ. അവനെ ഇങ്ങോട്ടിങ്ങ് കൊണ്ടുവരിക, അവിടെ അങ്ങോട്ട് നിർത്തുക, ജയിക്കാം എന്നവർക്കൊരു വെളിപാടുണ്ടായി. ഇപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവന്നു എന്ന് പറയുന്ന പത്രങ്ങളും ചാനലുകളുമാണ് ഈ പറയുന്നത്. ആ പാർട്ടിയൊന്നും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. CPM അല്ലേ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, CPI നമുക്കറിയാമല്ലോ. ശിവൻപിള്ള അന്ന് ആദ്യമായിട്ട് EVM മെഷീൻ വന്നപ്പോൾ ശിവൻപിള്ള CPIയുടെ ടിക്കറ്റിൽ മത്സരിച്ച് ഏതാണ്ട് 100ഓളം സീറ്റുകൾക്ക് ഉള്ള ഒരു റെക്കോർഡ് ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിന് ജയിച്ച ഒരു മണ്ഡലമാണ്. പിന്നെ അത് കേസാവുകയൊക്കെ ചെയ്ത് നമുക്കറിയാം. CPIയുടെ സ്ഥിരം സിറ്റിംഗ് സീറ്റല്ല, പക്ഷെ ജയിക്കാൻ പറ്റുന്ന സതീശനും തുടങ്ങിയപ്പോൾ തോറ്റിട്ടാണ് തുടങ്ങും, പിന്നെ ജയിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു മണ്ഡലമാണ്. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോയിട്ട് ഈ VS സുനിൽകുമാർ ഏറ്റുമുട്ടാൻ പറ്റിയ ഹെവി വെയിറ്റ് ആണ് എന്നൊരു ഊഹം. അതുപോലെ തന്നെയാണ് GRN, കേരളത്തിലെ ഏറ്റവും കഴിവുകെട്ട മന്ത്രി നെടുമങ്ങാട്ട് സ്ഥാനാർത്ഥിയായിട്ട് വരുമെന്നൊക്കെ പ്രവചിക്കുക. കാരണം ഇതുപോലെ ഒരു കഴിവുകെട്ട മന്ത്രിയെ കേരളം CPIക്ക് തന്നെ നാണക്കേടായിട്ടുള്ളൊരു മന്ത്രി. ഈ ചന്ദ്രശേഖരൻ നായരാണ് ഇവിടെ മാവേലി സ്റ്റോർ കൊണ്ടുവന്നത്. കേരളത്തിൻ്റെ കാര്യത്തിൽ ഒരു അഴിമതിയില്ലാതെ ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്ത് കേരളത്തിലൊരു സുഭിക്ഷത ഉണ്ടാക്കിയത്, വില കുറച്ച് സാധനങ്ങൾ കൊടുത്തത് മനുഷ്യസ്നേഹിയായ മന്ത്രിയാണ്. ആ മന്ത്രി ഇരിക്കുന്ന തനത് 13 സാധനങ്ങളും, പ്രധാനപ്പെട്ട 13 സാധനങ്ങൾ മാവേലി സ്റ്റോറുകളിൽ നിന്നും സപ്ലൈയുടെ ചെയിനുകളിൽ നിന്ന് ഇല്ലാതാക്കിയ ആ മന്ത്രിയെ തന്നെ അവിടെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുകയാണെന്ന് പറയുക. ഇങ്ങനെ ഒരു ഊഹം കേട്ടു. അല്ല, വേണമല്ല, മാറ്റി നിർത്തണം. ഇങ്ങനെ കഴിവുകെട്ടവരെ മാറ്റി നിർത്തണ്ടേ? ചിഞ്ചുറാണിയെയും അതുപോലെ മത്സരിപ്പിക്കുന്നത് എവിടെയായിരിക്കണം? ചടയമംഗലത്തുനിന്ന് മാറ്റി. ചടയമംഗലം എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് MN ഗോവിന്ദൻ നായർ മത്സരിച്ച മണ്ഡലമാണ്, രോമാഞ്ചമാണ്. ആ സ്ഥലത്താണിപ്പോൾ. അത് ഇടതുപക്ഷത്തിന്റെ ഒരു കോട്ടയല്ലേ? അതെ, അവിടെയാണിപ്പോൾ. അവിടെ ഒരു സ്കൂളിലൊരു കുട്ടി വൈദ്യുതാഘാതമേറ്റ് മരിച്ചപ്പോൾ അത് കുട്ടിയുടെ അശ്രദ്ധ കൊണ്ടല്ലേ എന്ന് പറഞ്ഞ് അവിടെ
ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന ചിഞ്ചു റാണിയെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി എന്തൊക്കെ മണ്ടൻ തീരുമാനങ്ങൾ. തേവലക്കരയിലെ സ്കൂളിൽ ഒരു കുഞ്ഞു മരിച്ചതല്ല, ഞാൻ തേവലക്കര, കൊല്ലം തേവലക്കര, യെസ് എക്സാക്ട്ലി. ആ സമയത്ത് വൈദ്യുതാഘാതം എന്റെ സുഹൃത്തിന്റെ മകനാണ്. ആണോ? മിഥുൻ, കുട്ടിയുടെ പേര് മിഥുൻ അല്ലേ? എന്റെ നാട്ടിലാണ്. എന്റെ ചങ്ക് ഇപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം. ആ സമയത്ത് ഒരു വീടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് സുംബ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന അത് കുട്ടി ശ്രദ്ധിക്കേണ്ടല്ലേ, ഉത്തരവാദിത്വക്കുറവല്ലേ, പിഞ്ചു കുട്ടിയുടെ നെഞ്ചു കൊള്ളുന്ന വർത്തമാനല്ലേ ഇങ്ങനെ പറയാം. ആ സ്ത്രീയെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കും ഇങ്ങനെയൊക്കെ പറയുക. CPI തീരുമാനിച്ചിട്ടില്ലേ? ഇവരിങ്ങനെ രാവിലെ തൊട്ട് പറയാൻ എന്തെങ്കിലും വേണ്ടേ? അവനേക്കാൾ മുമ്പേ നമ്മുടെ വ്യൂവർഷിപ്പ് റേറ്റിംഗ് എത്തണമെന്ന് പറഞ്ഞിട്ട് തീരുമാനിക്കാത്ത കാര്യങ്ങൾക്ക് ഒരു മുഴം മുമ്പേ സച്ചിൻ ടെണ്ടുൽക്കർ വന്ന് മത്സരിക്കുമെന്ന് പറയാത്തത് കാര്യം. അതെ. താങ്കൾ ഇപ്പോൾ പറഞ്ഞ വേറൊരു പ്രശ്നം കൂടെ താങ്കൾ പറഞ്ഞ കാര്യത്തിൽ, അതായത് രമേശ് പിഷാരടി. അപ്പൊ ഈ ഗ്ലാമർ കൊണ്ട് മത്സരിപ്പിച്ച് ജയിക്കാം എന്നുള്ളത് ആ ഒരു വിചാരം ശരിയായിട്ടുള്ള വിചാരമാണ്. രമേശ് പിഷാരടി ശരിക്കും കോൺഗ്രസിന്റെ ഒരു അനുഭാവി ആയതുകൊണ്ട് വളർന്നു വന്ന, കോൺഗ്രസിന് വേണ്ടി വിറക് വെട്ടിയും കൊടിമരം ചുമന്നും അതുപോലെ കഷ്ടപ്പെട്ടും പെട്ടിപിടിച്ചും നടന്ന ആൾക്കാർ എത്ര പേരിയ്ക്കുമ്പോഴാണ് രമേശ് പരിപാടി ഞാൻ കോൺഗ്രസ് ആണെന്ന് പറയുമ്പോൾ അതപ്പോ ആ ഒരു പ്രവർത്തനം കൊണ്ടല്ല, ഗ്ലാമർ കൊണ്ട്. 5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളും ഇങ്ങോട്ടുള്ള ഒരു ഇത് എടുത്തു കഴിഞ്ഞാൽ രമേശ് പിഷാരടി കോൺഗ്രസിന്റെ സ്ഥിരം വേദികളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പൊ ധർമ്മജൻ ബോൾഗാട്ടിക്ക് സീറ്റ് കൊടുത്തിരുന്നു കഴിഞ്ഞ തവണ. ധർമ്മജന് കൊടുത്തപ്പോൾ ആ ഇലക്ഷന്റെ പ്രചാരണ ചുമതലയിൽ മുൻപന്തിയിൽ നിന്ന ആളാണ് രമേശ് പിഷാരടി. അന്ന് എനിക്ക് തോന്നുന്നു ഇവരൊരു വാക്ക് കൊടുത്തിട്ടുണ്ടോ തോന്നുന്നു, അടുത്ത തവണ കെ ബാബു മത്സരിക്കുന്നില്ലെങ്കിൽ തൃപ്പൂണിത്തറയിൽ മത്സരിപ്പിക്കാം. അതുകൊണ്ടായിരിക്കണമല്ലോ സ്ഥിരമായിട്ട് ഇപ്പൊ സിനിമ പോലും വളരെ തിരക്ക് പിടിച്ച ഒരു സിനിമാ ജീവിതമുള്ളവരാണ് സിനിമാക്കാർ. അതിൽ നിന്നൊക്കെ വിട്ട് ഇപ്പൊ കോൺഗ്രസിന്റെ എന്ത് പരിപാടി വന്നാലും അവിടെ പ്രത്യേക ക്ഷണിതാവായി എത്തുന്നു, പ്രസംഗങ്ങളിൽ പങ്കെടുക്കുന്നു, കാണികളെ കയ്യിലെടുക്കുന്നു, പ്രവർത്തകർക്ക് ആവേശം കൊള്ളിക്കുന്ന രീതിയിൽ നിൽക്കുന്നു. ഈ രാഹുൽ ഗാന്ധിയുടെ യാത്ര വന്നപ്പോഴൊക്കെ രമേശ് പിഷാരടി നിറഞ്ഞു നിൽക്കുകയാണ്. അതിനകത്ത് ഇപ്പൊ ഈ തൃപ്പൂണിത്തറ പറയുമ്പോൾ തൃപ്പൂണിത്തറയും പാലക്കാടും 2 സ്ഥലങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കാതിരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ പാലക്കാട്ടേക്ക് പരിഗണിക്കുന്ന പേരുകളിൽ ഒന്ന് രമേശ് പിഷാരടിയാണ്. അവർ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ പറയുന്നതല്ല. കൊച്ചുനാൾ മുതൽ KSUയിലൂടെ വളർന്നു വന്നിട്ട് യൂത്ത് കോൺഗ്രസിലൂടെ വളർന്നു വന്നിട്ട് അങ്ങനെ വന്ന് കോൺഗ്രസ്സുകാരനായ ഒരാളല്ലല്ലോ അദ്ദേഹം. ഇപ്പോഴിവിടെ അല്ലല്ലോ, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ അവിടെ ലീഡർഷിപ്പിലില്ലായിരുന്നു. ഒരു പ്രായം കഴിയുമ്പോൾ ആർട്സ് ക്ലബ് സെക്രട്ടറി ഒക്കെ ആയിരുന്നു. ഒരു പ്രായം കഴിയുമ്പോൾ ഈ സിനിമാ ലോകമായി ടിൻസൽ വേൾഡിൽ നിന്ന് പുറന്തള്ളപ്പെടും. അവിടെ വേണ്ടത്ര ഒരു ഇത് കിട്ടാതെ വരും. അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഷീല എങ്ങനെ ആയിരുന്നു അതുപോലെ തന്നെ തിരിച്ചുപോയി രാഷ്ട്രീയത്തിൽ കോൺഗ്രസിലേക്ക് വരുന്നു എന്ന് പറയും. കോൺഗ്രസ്സുകാർ തന്നെ ഉത്സാഹപ്പെടുത്തിക്കൊണ്ട് അവർ തിരിച്ചുപോയി. ആളെ കൂട്ടാൻ ഇപ്പോൾ സാധാരണക്കാരുടെ മുന്നിലേക്ക് ഒരു സിനിമാ നടൻ വരുന്നതും അല്ലാതെ സാധാരണ ഒരാൾ വരുന്നതും രണ്ടാണ്. പക്ഷെ സെയിൽസ് നടക്കും. ശരിയാണ് താങ്കൾ പറഞ്ഞത്. ഒരു സെയിൽസ് പോയിന്റ് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ആളെ കൂട്ടാൻ, പിന്നെ മാത്രമല്ല കാണികളെ കയ്യിലെടുക്കാൻ തീർച്ചയായിട്ടും പ്രോഗ്രാമുകൾ. I don't contest that. What I say is, നമുക്കറിയാം ഇത് കേരളത്തിൽ മാത്രമല്ല ആൾ ഇന്ത്യ തലത്തിലും ഉണ്ട്. നമുക്കറിയാം HN ബഹുവിനെ തോൽപ്പിച്ചതാരാ? HN ബഹുഗുണ എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ ഏറ്റവും ജനപ്രിയനായിട്ടുള്ള കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടിരുന്ന ഒരാൾ. അദ്ദേഹത്തെ തോൽപ്പിച്ചതാരാ? രാഹുൽ ഗാന്ധി തന്നെ കൊണ്ടുവന്നത് അമിതാഭ് ബച്ചനെ. അമിതാഭ് ബച്ചൻ വന്നു നിന്നു, അദ്ദേഹം ഒരു പ്രചാരണവും നടത്തിയില്ല. അമിതാഭ് ബച്ചൻ എന്നുള്ള ആ ഗ്ലാമർ താരം, ഇന്നും ഏറ്റവും കരിഷ്മാറ്റിക് ആയിട്ടുള്ള ഗ്ലാമറസ് ആയിട്ടുള്ള ആ താരം ഒരു 1.5 താരമാണ്. ആ താരം HN പാളീസായി. ആ പേര് മാത്രം മതിയല്ലോ, അല്ലാതെ വേറെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. രാജീവ് ഗാന്ധി കൃത്യമായിട്ട് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി. പക്ഷേ അവിടെ രാഷ്ട്രീയമുണ്ടോ? ഒരാളിൻ്റെ സിനിമാ രംഗത്തെ ശോഭ കൊണ്ടൊരാളെ തോൽപ്പിക്കുക എന്ന് പറയുമ്പോൾ ആ രാഷ്ട്രീയം തോൽക്കുകയല്ലേ, അവിടെ സിനിമ ജയിക്കുകയല്ലേ? തമിഴ്നാട്ടിൽ രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ജയലളിതയും MGR നിറഞ്ഞാടിയത്. തമിഴ്നാട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന സിനിമാ താരങ്ങൾ തന്നെയാണ്. മോശമല്ല, അതൊരു യഥാർത്ഥ രാഷ്ട്രീയമാണ്. എൻ്റെ ചോദ്യം ഇതാണ്. സെലൻസ്കി ഇപ്പോൾ വേണ്ട ലോകത്തെ എങ്ങുമുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ യുക്രൈനിൽ പോയി കഴിഞ്ഞാൽ അവിടെ സെലൻസ്കി എങ്ങനെയാണ് ജയിക്കുന്നത്? അത് പക്ഷേ യഥാർത്ഥ രാഷ്ട്രീയമാണോ? നിങ്ങൾ 2 ആശയധാരകൾ അത് തമ്മിലുള്ള സംഘടനത്തിലൂടെ ആര് ജയിക്കുന്നു തോൽക്കുന്നു എന്നുള്ളതല്ലേ ശരിയായ രാഷ്ട്രീയം? അതാണ് ഒരു പോരാട്ടം തന്നെയാണ്. CPM തന്നെ ഈ ഞാനീ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും പ്രത്യയശാസ്ത്രങ്ങളുടെ പോരാട്ടം എന്ന് പറയുന്ന CPM തന്നെ. മുകേഷിനെ വെച്ചിരിക്കുന്നത് എന്തിന്? അതൊരു സെയിൽസ് പോയിന്റാണ്. അതൊരു ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. അവിടെ ഒരു പേര് പറഞ്ഞാൽ പോലും ആൾക്കാർ വോട്ടിയില്ല. വേറൊരു കാര്യം, അത് വേറൊരു ഇഷ്യൂ ആണത്. അപ്പോൾ ഈ ഗ്ലാമർ ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാരെ, പിന്നെ അതുകൂടെ അതിലും നെയ്ജം, അത് വലിയ കുഴപ്പമില്ല. പക്ഷേ ജാതിയും മതവും ഉപയോഗിച്ചുകൊണ്ടാണ് ഏറെ തെരഞ്ഞെടുപ്പ്. ഈ രമേശ് പിഷാരടിയുടെ പേര് പറയുന്നതിൽ ജാതീയമായൊരു
കണക്ഷനൂടെ നമുക്ക് കാണാതെ പോകരുത്. അതുണ്ട്. അതുകൊണ്ടാണ് തൃപ്പൂണിത്തറ എനിക്കറിയാം. അല്ലെങ്കിൽ പാലക്കാട് എന്ന് പറയുമ്പോൾ തീർച്ചയായും തീർച്ചയായിട്ടും അത് ജാതീയമായ ഒരു പരിഗണന കൂടെയാണ്. അതോടൊപ്പം IM വിജയന്റെ പേര് പറയുന്നുണ്ട്, ഉമ്മൻചാണ്ടി സാറിന്റെ മകളുടെ പേര് പറയുന്നുണ്ട്, അച്ചുമ്മൻ. അപ്പൊ ചാണ്ടിയുമ്മൻ MLA ആണ് വീണ്ടും മത്സരിക്കുന്നത്. അച്ചുമ്മൻ ഇല്ലാതെ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ലിസ്റ്റ് ഉണ്ടാവില്ല 100%. അച്ചുമ്മനെ പരിഗണിക്കുന്നുണ്ട്, വളരെ സീരിയസ് ആയിട്ട് അവർ പരിഗണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബെന്യാമിൻ പത്തനംതിട്ട ജില്ലയിലേക്ക് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കുന്നുണ്ട്. നിലവിലെ MLA ആയിട്ടുള്ള ഉമ്മൻചാണ്ടി സാറിന്റെ മകനായിട്ടുള്ള ചാണ്ടി ഉമ്മൻ മത്സര രംഗത്ത് പുതുപ്പള്ളിയിൽ വീണ്ടും മത്സരിക്കുകയാണ്. അതിനൊരു മാറ്റമില്ല. അപ്പോൾ തന്നെ മകളുടെ പേരും പറഞ്ഞേക്കുന്നു. അച്ചൂമ്മൻ കോട്ടയത്ത് എവിടെയെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിക്കണം. അതായത് ഉമ്മൻചാണ്ടിയുടെ മകളിലും സ്ഥാനാർത്ഥി ലിസ്റ്റിലുണ്ട്, ഉണ്ട് പരിഗണിക്കപ്പെടുന്നത്. ഇന്ന് മനോരമയുടെ ഫ്രണ്ട് പേജിൽ അച്ചൂമ്മന്റെ ഫോട്ടോസ് ഇത് അടിച്ചു വന്നിട്ടുണ്ട്. അത് മനോരമയുടെ. പക്ഷേ എന്റെ ഒരു അഭിപ്രായത്തിൽ ചാണ്ടിയുമ്മനേക്കായും രാഷ്ട്രീയത്തിൽ തുടക്കത്തിൽ KSU വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ അവരുടെ ലോ പഠന സമയത്തൊക്കെ നിറഞ്ഞു നിന്നത് അച്ചൂമ്മനാണ്. ഇത് മനോരമയുടെ ഒരു ആഗ്രഹം മാത്രമാണോ? ഈ മനോരമ ആഗ്രഹിച്ച കോൺഗ്രസ് നിറവേറ്റി കൊടുക്കും, കാരണം പത്രം എപ്പോഴും അവരെ പിന്തുണയ്ക്കുന്നുണ്ട്. അല്ല, സാധ്യതയുണ്ട്. നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാൾ തന്നെയാണ് അച്ചൂമ്മൻ. ചാണ്ടിയുമ്മൻ MLA ആയതിനു ശേഷം തുടക്കത്തിൽ ഉണ്ടായിരുന്ന പതർച്ചയൊക്കെ മാറി ഓടി നടന്ന് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അച്ചൂമ്മനും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളാണ്, നയിക്കാൻ കെൽപ്പുള്ള ആളാണ്. അത് ഉമ്മൻചാണ്ടിയുടെ മകൾ എന്നതിലുപരി ജനകീയമായിട്ടൊരു പിന്തുണയുണ്ട്. അല്ലാതെ ഒന്നുമില്ല. ഇതിങ്ങനെ ആയി തന്നെ നെഹ്റു കുടുംബം പോലെ ഇങ്ങനെ അങ്ങ് പരമ്പരയായിട്ട് ഇങ്ങനെ അങ്ങ് ആവാതെ, ഞാനില്ലെങ്കിൽ സുഭദ്ര എന്ന് പറഞ്ഞ പോലെ ഡൈനാസ്റ്റി ഞങ്ങളൊരു ട്രസ്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞ പോലെ. ഇപ്പം എനിക്ക് ശേഷം എൻ്റെ മകൻ, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ, എൻ്റെ മകൾ, ഇങ്ങനെ ഒരു രീതിയിലുള്ള രാഷ്ട്രീയവും ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അതൊക്കെ മാറി വരട്ടെ. പുതിയ കഴിവുള്ളവർ പാർട്ടിക്ക് വേണ്ടി സാറ് പറഞ്ഞ പോലെ വെള്ളം കോരി വെട്ടിയും പോസ്റ്റർ ഒട്ടിച്ചും കൊടി പിടിച്ചും ഒക്കെ വന്ന നിരവധി ആളുകൾ, പോലീസ് കേസുകളിൽ പെട്ട് പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരുപാട് പേര് ഇപ്പോഴും, അതായത് അടൂരൊക്കെ എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു ബാബു ദിവാറുണ്ട്, നേരത്തെ നഗരസഭാ ചെയർമാനായിരുന്നു. കക്ഷിയൊക്കെ ഓരോ തവണ ഇലക്ഷൻ വരുമ്പോഴും ഇദ്ദേഹത്തിന്റെ പേര് പറയും, പക്ഷേ സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുമ്പോൾ കാണൂല. ഇപ്പോഴും പാർട്ടിക്ക് വേണ്ടി അനൗൺസ്മെന്റ് ചെയ്യാൻ പോകുന്നുണ്ട്. നഗരസഭാ ചെയർമാനായിട്ടിരുന്ന ആളാണ്, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു, സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു, വളരെ ആക്റ്റീവായിരുന്ന ഒരു ചെറുപ്പക്കാരൻ. പിന്നീട് പല ഗ്രൂപ്പുകളുടെയും കളികൾ വന്നപ്പോൾ ഒതുക്കപ്പെട്ട ഒരാളുണ്ട്. ജാതീയമായ വേർതിരിവിലൊക്കെ പെട്ടുപോയതാ. കഴിവുള്ള ഒരുപാട് പേര് കോൺഗ്രസിലുണ്ട്. അവരെയൊക്കെ പരിഗണിക്കട്ടെ. LDFിലും അതുപോലെ തന്നെ ഇപ്പൊ BJP ആണെങ്കിൽ പോലും കഴിവുള്ളവരെ, ജനങ്ങൾ തിരിച്ചറിയുന്നവരെ, ജനങ്ങളോടൊപ്പം നിൽക്കുന്നവരെ പരിഗണിക്കട്ടെ. അവർ മുൻപന്തിയിൽ വരട്ടെ, അവർ മത്സരിക്കട്ടെ, നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ. ആര് ഭരിച്ചാലും നാട് നന്നാവട്ടെ, അല്ലേ? അങ്ങനെയാണ് നമ്മുടെ ഒരു, ആര് ജയിച്ചാലും നാട് നന്നാവട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.